ഈ സ്റ്റേഡിയത്തിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് എന്തിനാണ് മുട്ടിൽമാരം മുറി പൊക്കിക്കൊണ്ട് വന്നത്? എന്തിനാണ് മാംഗോ ഫോൺ പൊക്കിക്കൊണ്ട് വന്നത്? എൻ്റെ ക്രെഡിബിലിറ്റി തകർക്കുക എന്നുള്ളതും അതോടുകൂടി റിപ്പോർട്ടർ ടിവിയുടെ ക്രെഡിബിലിറ്റി തകർക്കുക എന്നുള്ളതുകൊണ്ടല്ലേ? എൻ്റെ കൂടെ നിന്ന ജേർണലിസ്റ്റ് എൻ്റെ കൂടെ നിന്നതുകൊണ്ടല്ലേ എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞത് അല്ലേ? ഞാൻ എന്ത് തെറ്റാ കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനെതിരെ എതിരെ ചെയ്തത്? സർക്കാരിനെതിരെ എന്തെങ്കിലും ചെയ്തോ? സർക്കാരിൽ കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റ് ഞാൻ വിശ്വാസത്തോടുകൂടി എടുത്ത് ചെയ്തതാണോ ഞാൻ ചെയ്ത തെറ്റ്? കേരളത്തിൽ ഒരാളും എടുത്തില്ലല്ലോ. ഇന്ന് ISL ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയിൽ ISLൻ്റെ കളി ഒരു കമ്പനി ഏറ്റെടുക്കാതെ ISLൻ്റെ കളി ഇല്ലാതാകുകയാണ്. അറിയോ? 35 കോടി രൂപ ഒരു വർഷത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ ഇന്ത്യയിലെ ഒരു കമ്പനി തയ്യാറായിട്ടില്ല. റിലയൻസ് ആണ് ISL നടത്തിക്കൊണ്ടിരുന്നത്. ആ ടെൻഡർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിളിച്ചിട്ട് ഒരാൾ പോലും പങ്കെടുത്തിട്ടില്ല. വെറും 35 കോടി രൂപ ഇന്ത്യയിലുള്ള മുഴുവൻ ടീമുകളെ മാനേജ് ചെയ്യുന്ന ISL എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ആ ടെൻഡറിൽ പങ്കെടുക്കാൻ ഒരു കമ്പനി തയ്യാറായിട്ടില്ല. ആ സ്ഥലത്താണ് 100 കണക്കിന് കോടി സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഈ ഫുട്ബോളിന് വേണ്ടി ഇറങ്ങിയത്. ഞാൻ ചെയ്ത തെറ്റാ? ഞാൻ എന്താ ഈ മെസ്സിയുടെ കാര്യത്തിൽ ചെയ്ത തെറ്റ്? ഒന്നില്ലെങ്കിലും ഇത്രയും ലെവലിലേക്ക് സ്റ്റേഡിയം എത്തിയില്ലേ? ഇത്രയും രീതിയിൽ ഈ ഫുട്ബോളിന് ഗുണം ചെയ്തില്ലേ? ഇനി എന്നെ കൊല്ലാനാണെങ്കിലും ആദ്യം ചർച്ച ചെയ്തില്ലേ?